ശബരിമല സ്വർണ്ണക്കൊള്ള പാരഡി ഗാനത്തിനെതിരെയുള്ള പരാതിയിൽ പോലീസ് കേസ് എടുത്തേക്കും. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നാരോപിച്ചുള്ള പരാതി സംസ്ഥാന പോലീസ് മേധാവി ADGPക്ക് കൈമാറി. പ്രാഥമിക അന്വേഷണത്തിന് സൈബർ SP-യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രീയ വിവാദവും ചൂടേറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കേന്ദ്രങ്ങളിൽ ഹിറ്റായ പാരഡി ഗാനത്തിൽ വിവാദം കടുക്കുന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. പാരഡി ഗാനത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നതല്ല, ഈ പാട്ടിൽ നിന്നുള്ള അയ്യപ്പനും ശാസ്താവും ഒഴിവാക്കണമെന്ന് മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. എന്റെ വിശ്വാസത്തെ അണിക്കുന്നതായതുകൊണ്ട് എനിക്ക് അതങ്ങനെ തന്നെ ഉറച്ചു നിന്ന് തന്നെ ആ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. കേസെടുക്കാനുള്ള നീക്കത്തെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്? ഇത് BJP-ക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തോറ്റത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മെനക്കെട്ടാൽ ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതാണെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാണ് CPIM നിലപാട്. അപ്പോൾ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. പ്രവാസിയായ GP കുഞ്ഞബ്ദുള്ളയാണ് പാരഡി ഗാനം എഴുതിയത്. മലപ്പുറം സ്വദേശി ഡാനിഷ് മുഹമ്മദാണ് ഗാനം ആലപിച്ചത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.